ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഉറച്ച പാറ കൊടുങ്കാറ്റിൽ കുലുങ്ങാത്തതുപോലെ ജ്ഞാനികളെ പ്രശംസയോ കുറ്റപ്പെടുത്തലോ ബാധിക്കില്ല. ബുദ്ധൻ. നിങ്ങളുടെ ആവശ്യപ്രകാരം ഇതാ മലയാളത്തിൽ പ്രചോദനം നൽകുന്ന രീതിയിൽ ഒരു ഉറച്ച പാറയെ കൊടുങ്കാറ്റുപോലും പതറിക്കാത്തതുപോലെ ജ്ഞാനികളെ സ്തുതിയോ കുറ്റവാറ്റോ ബാധിക്കുന്നില്ല എന്ന വാചകത്തിന്റെ വിവർത്തനവും പ്രചോദനകരമായ ചിന്തകളും. മലയാള വിവർത്തനം. മാറാത്ത പാറയെ കൊടുങ്കാറ്റുപോലും പതറിക്കാത്തപോലെ ജ്ഞാനികളുടെ മനസ്സിനെ സ്തുതിയോ കുറ്റവാറ്റോ സ്പന്ദിപ്പിക്കുന്നില്ല. അവരുടെ ഉറപ്പും സ്വസ്ഥതയും ജീവിതത്തിന്റെ തിരമാലകളെ അതിജീവിക്കാൻ പ്രചോദനം നൽകുന്നു. പ്രചോദനകരമായ ചിന്തകൾ. സ്ഥിരതയുടെ പ്രാധാന്യം. ജീവിതത്തിലെ നല്ലതും ചീത്തയും വരും പോകും. എന്നാൽ സ്വന്തം മൂല്യങ്ങളിലും ലക്ഷ്യങ്ങളിലും ഉറച്ചുനിൽക്കുന്നത് മാനസിക സമാധാനത്തിനും സന്തോഷത്തിനും വഴിവെക്കും. പുറം കാഴ്ചയുടെ വഞ്ചന. സ്തുതിയും കുറ്റവാറ്റും പുറമേയുള്ളവയാണ്. അവ നമ്മുടെ യഥാർത്ഥ മൂല്യത്തെ നിർണയിക്കുന്നില്ല. അവയിൽ സ്വാധീനപ്പെടാതിരിക്കുക എന്നതാണ് ജ്ഞാനത്തിന്റെ അടയാളം. ആന്തരിക ശക്തിയുടെ കരുത്ത്. ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളെ നേരിടാൻ ആന്തരിക ശക്തിയും സ്വയം വിശ്വാസവും ആവശ്യമാണ്. അവ നേടിയെടുക്കാൻ സ്വയം പരിശീലിപ്പിക്കുക. വിമർശനങ്ങളെ പഠനത്തിനുള്ള അവസരമാക്കുക. കുറ്റവാറ്റുകളെ പഠിക്കാനുള്ള അവസരമായി കാണുക. അതിൽ നിന്ന് പഠിച്ചു തിരുത്തലാണ് വളർച്ചയുടെ പടവുകൾ. സ്വന്തം വിലയിരുത്തലിന്റെ പ്രാധാന്യം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെക്കാൾ സ്വന്തം മൂല്യനിർണയത്തിന് പ്രാധാന്യം നൽകുക. അത് നിങ്ങളെ കൂടുതൽ ശക്തനാക്കും. ഈ വാക്കുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് സ്വന്തം ജീവിതത്തിൽ സ്ഥിരതയും ആത്മവിശ്വാസവും നിലനിർത്താൻ ശ്രമിക്കുക. കൂടുതൽ പ്രചോദനത്തിനായി മഹാത്മാക്കളുടെ വചനങ്ങളും പ്രചോദനാത്മക കഥകളും പുസ്തകങ്ങളും വായിക്കുന്നതും നല്ലതാണ്. കാറ്റിനോട് മല്ലടുന്ന കുന്നും ജ്ഞാനികളുടെ മനസ്സും. കേരളത്തിന്റെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളിൽ കാറ്റിനോട് മല്ലടുന്ന ഒരു കുന്നിന്റെ കഥയുണ്ട്. മഴക്കാലത്ത് ഭൂമിയെ തുളയ്ക്കുന്ന മഴയും കാറ്റും കുന്നിന്റെ മേൽ ആഞ്ഞടിക്കും. പക്ഷേ കുലുങ്ങാതെ പതറാതെ നിൽക്കും ആ പാറക്കൂട്ടം. അതിന്റെ ഉറപ്പും സ്ഥിരതയും കണ്ട് മലയോരത്തെ ജനങ്ങൾ അതിനെ അചലഗിരി എന്ന് വിളിച്ചു. ഒരു ദിവസം ഒരു യാത്രക്കാരൻ അചലഗിരിയുടെ അരികിൽ വന്നു നിന്നു. ഇത്രയും കാറ്റും മഴയും ഉണ്ടായിട്ടും എങ്ങനെയാണ് ഈ കുന്ന് ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് അയാൾ ചിന്തിച്ചു. അപ്പോൾ ഒരു മുതിർന്ന ആശാൻ അയാളുടെ അടുത്തേക്ക് വന്നു. മകനെ, ആശാൻ പറഞ്ഞു, അചലഗിരിയുടെ ഉറപ്പിനോട് തുല്യമാണ് ജ്ഞാനികളുടെ മനസ്സും. സ്തുതിയും കുറ്റവാറ്റും പോലെ കാറ്റും മഴയും പുറമേ നിന്ന് വരുന്നതാണ്. അവയ്ക്ക് നമ്മുടെ ആന്തരിക ശക്തിയെ തളർത്താൻ കഴിയില്ല. പക്ഷേ മനസ്സ് പതറിയാൽ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾ തെറ്റിപ്പോകും. ആശാൻ തുടർന്നു, മലയാളത്തിന്റെ ചരിത്രത്തിൽ നിന്നും നിരവധി ഉദാഹരണങ്ങൾ ഉണ്ട്. നാട്ടുകാരുടെ സ്തുതിയും കുറ്റവാറ്റും ഏശാതെ സ്വന്തം കടമ നിർവഹിച്ച നേതാക്കൾ, കലാകാരന്മാർ, ചിന്തകർ. അവർ പോലെയാണ് നാമും ആയിരിക്കേണ്ടത്. യാത്രക്കാരൻ ചിന്തിച്ചു. ആ നിമിഷം മുതൽ അയാൾ സ്വന്തം ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ നേരിടാൻ ദൃഢനിശ്ചയം ചെയ്തു. കാറ്റിനോട് മല്ലടുന്ന അചലഗിരിയെ പോലെ ജീവിതത്തിന്റെ തിരമാലകളെ അതിജീവിക്കാൻ പ്രതിജ്ഞയെടുത്തു. പ്രചോദനം നൽകുന്ന ഘടകങ്ങൾ. മലയാള പശ്ചാത്തലം. കഥ കേരളത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടക്കുന്നത്. ഇത് മലയാളികൾക്ക് കൂടുതൽ ബന്ധപ്പെടാനാവും. പുരാണ കഥകളുടെ സൂചന. അചലഗിരി എന്ന പേര് പുരാണ കഥകളിലെ പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കഥയ്ക്ക് പുരാതനമായ ഒരു തോന്നൽ നൽകുന്നു. മഹാത്മാക്കളുടെ ഉദാഹരണങ്ങൾ. കഥയിൽ മഹാത്മാക്കളെ പരാമർശിച്ചിരിക്കുന്നത് അവരുടെ ജീവിതം നമുക്ക് മാതൃകയാക്കണമെന്ന സന്ദേശം നൽകുന്നു. ശക്തമായ പ്രതിമകൾ. കാറ്റും മഴയും പോലുള്ള പ്രതിമകൾ കഥയെ കൂടുതൽ ജീവനോടെ വരയ്ക്കുന്നു. യാത്രക്കാരൻ തന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി. സ്തുതികൾ കേട്ട് അഹങ്കരിക്കാതെയും കുറ്റവാറ്റുകൾ കേട്ട് മനസ്സിലിഞ്ഞു പോകാതെയും സ്വന്തം ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ടു നടന്നു. ഒരിക്കൽ ഒരു പ്രധാന മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു. മത്സരം കഠിനമായിരുന്നു. പലരും അവനെ പരിഹസിച്ചു. നിന്നോട് എന്തു കാര്യം? നീ വിജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ അതൊന്നും കേട്ടില്ല. അചലഗിരിയെ പോലെ ഉറച്ചുനിന്ന് കഠിനമായി പരിശ്രമിച്ചു. അവസാനം മത്സരത്തിൽ വിജയിച്ചത് യാത്രക്കാരനായിരുന്നു. എല്ലാവരും അമ്പരന്നു. അവൻ തന്റെ വിജയം ആശാനുമായി പങ്കുവച്ചു. ആശാനെ, എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞത് അചലഗിരിയെ മാതൃകയാക്കിയതുകൊണ്ടാണ്. ആശാൻ പുഞ്ചിരിച്ചു. മകനെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു നീ തന്നെയാണ്. സ്വന്തം മനസ്സിനെ കീഴിക്കാൻ പഠിച്ചാൽ ഏത് കൊടുങ്കാറ്റിനെയും നേരിടാൻ കഴിയും. പ്രചോദനത്തിന്റെ സന്ദേശങ്ങൾ. സ്തുതിയും കുറ്റവാറ്റും കേട്ട് പതറാതെ
സ്വന്തം ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കുക. കഠിനാധ്വാനവും പരിശ്രമവും വിജയത്തിന്റെ താക്കോൽ. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവ് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിക്കും. കഥയുടെ അവസാനം. യാത്രക്കാരൻ തന്റെ ജീവിതയാത്ര തുടർന്നു. അജലഗിരിയെപ്പോലെ ഉറച്ചുനിന്ന് ജീവിതത്തിന്റെ തിരമാലകളെ അതിജീവിച്ചു, സ്വന്തം സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചു. മലയാളി സമൂഹത്തിനുള്ള പ്രസക്തി. മലയാളികൾ പലപ്പോഴും സ്തുതിയും കുറ്റവാറ്റും ഏറ്റുവാങ്ങി മനസ്പതറാറുണ്ട്. ഈ കഥ അവരെ പ്രചോദിപ്പിക്കുകയും ജീവിതത്തിൽ വിജയം നേടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. കൂടുതൽ കുറിപ്പുകൾ. കഥയിൽ കൂടുതൽ വിശദാംശങ്ങൾ ചേർക്കാം. കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ കൂടുതൽ വ്യക്തമാക്കാം. മലയാള സംസ്കാരത്തിലെ പഴഞ്ചൊല്ലുകൾ ഉപയോഗിക്കാം. ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ഒരു അദ്വിതീയവും പ്രചോദനാത്മകവുമായ കഥയാണ്. ഈ കഥ മലയാളികളെ പ്രചോദിപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.